ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രുചികരമായ ഒരു മത്തി മുളകിട്ടതാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: 1 കിലോ മത്തി വേണം, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, പുളി. ഇത്രയാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. തീ കത്തിച്ച് ചട്ടി വെച്ച ശേഷം നന്നായിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ വേഗം തന്നെ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. കടുകൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു 10 വെളുത്തുള്ളിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുത്തു. ഇതൊരു 8-9 ചെറിയ ചുമന്നുള്ളി ഉണ്ടായിരുന്നു, ചെറുതായിരുന്നു. വലുതാണെങ്കിൽ ഒരു 3-4 എണ്ണം ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ കീറിയ 3 പച്ചമുളക്. ഇത് എരിവ് വളരെ കൂടിയതാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ചും സ്വാദിനനുസരിച്ചും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഞാൻ കുടംപുളിയാണ് ചേർത്തത്. ഇത് വെള്ളത്തിലിട്ട് വെച്ച ശേഷം ആ വെള്ളത്തോട് കൂടി വേണമെങ്കിലും ചേർക്കാം. ഞാൻ പക്ഷേ എണ്ണയിൽ ഇങ്ങനെ വരട്ടിയെടുക്കാറാണ് ചെയ്യുന്നത്, എനിക്കതാണ് കൂടുതലിഷ്ടം. അവസാനമായിട്ട് തക്കാളി ചേർത്തു. തക്കാളി കൂടി ചേർത്ത് കഴിയുമ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. അതിനുശേഷം നമ്മളൊരു 2-3 മിനിറ്റ് തീ കുറച്ച രീതിയിൽ തന്നെ ഇത് മൂടി വെക്കണം. ആ സമയം കൊണ്ട് തക്കാളി നന്നായിട്ട് വെന്തുടയും കേട്ടോ. അതിനായിട്ടാണ്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ ഇത് വേഗിയല്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനാണ് സാധ്യത. അതുകൊണ്ട് തീ കുറച്ച് വെക്കുന്ന കാര്യം മറക്കരുത്. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോഴേക്കും തക്കാളി എല്ലാം വെന്തടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വളരെ കുറവ് മതി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചൊവയ്ക്കും കറിയിൽ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വലിയൊരു സ്പൂൺ ചേർത്ത് കൊടുത്തു. ഈ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഈ വെള്ളം ചേർത്ത ശേഷം നമുക്ക് തീ കൂട്ടി വെക്കാം. ഇനി നമ്മൾ തീ ഇപ്പോൾ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ നന്നായിട്ട് ഇത് തിളച്ച് വരണം. തിളച്ച് വന്ന ശേഷം മാത്രമേ നമ്മൾ ഇതിലിട്ട് മീൻ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി കറിയിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്, അതിനാൽ ആദ്യം കുറച്ചിട്ട ശേഷം രുചിച്ച് നോക്കിയ ശേഷം മാത്രം ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക. ഈ സമയമെല്ലാം നമ്മൾ തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങളെല്ലാം ഈ തിളച്ച ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുത്തു. എനിക്ക് കിട്ടിയത് ചെറിയ മത്തിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ മത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തു. അപ്പോഴേക്കും ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കറി. എനിക്ക് കുറച്ചുകൂടെ കുറുകേണ്ടതുണ്ട്, കാരണം കറി എപ്പോഴും കുറുകി വരുമ്പോഴും തിക്ക് ഗ്രേവി ആകുമ്പോഴുമാണ് നല്ല ടേസ്റ്റോട് കൂടി ഇരിക്കുക. നമുക്കൊരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ അവസ്ഥയിലായിട്ടുണ്ടാവും കറി. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു മത്തി മുളകിട്ടതാണ്. നമുക്കിനി ഇതിലേക്ക് രുചി കൂട്ടാനായി കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം നമുക്ക് മതി. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മുടെ മത്തിക്കുട്ടന്മാരെ നല്ല സുന്ദരന്മാരാക്കി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. ഇതിലെ പുളി നോക്കിയ ശേഷം പുളി എടുത്ത് മാറ്റണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്